മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരുന്ന് കിട്ടാതെ പാവപ്പെട്ട രോഗികൾ കഷ്ടപ്പെടുമ്പോഴാണ് മരുന്നുകൾ കുന്നുപോലെ കൂട്ടിയിട്ടിരിക്കുന്ന ഈ കാഴ്ച. മെഡിക്കൽ കോളേജിലേക്ക് ആവശ്യമായ മരുന്നുകൾ എടുക്കാത്തതാണ് ഇങ്ങനെ കുന്നുകൂടി കിടക്കാൻ കാരണം. 7,81,87,379 രൂപയുടെ മരുന്നാണ് ഇവിടെയുള്ളത്. ജില്ലാ താലൂക്ക് ആശുപത്രികളിലേക്ക് ആവശ്യമായ മരുന്നുകൾ യഥാസമയം കൊണ്ടുപോകുന്നുണ്ടെങ്കിലും മെഡിക്കൽ കോളേജിലേക്ക് ഇക്കഴിഞ്ഞ 4 മാസത്തിനിടെ 3% മരുന്നു മാത്രമാണ് കൊണ്ടുപോയത്. ഹൃദയാഘാതത്തിനുള്ള സ്റ്റെപ്റ്റോകിനാസ് ഇഞ്ചക്ഷൻ, തൈറോയ്ഡ് രോഗത്തിനുള്ള തൈറോക്സിൻ, ക്യാൻസറിനുള്ള മരുന്നുകൾ ഉൾപ്പെടെ പുറത്തെ മെഡിക്കൽ സ്റ്റോറുകളിൽ അമിതവില നൽകേണ്ട മരുന്നുകളാണിവ. സ്വകാര്യ മരുന്നു കമ്പനികളെ സഹായിക്കാനായി ഡോക്ടർമാരും മരുന്നു കമ്പനികളും തമ്മിൽ ഒത്തുകളിക്കുകയാണെന്നും മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികളെ അമിതവില നൽകി പുറത്തുനിന്നും മരുന്ന് വാങ്ങിപ്പിക്കുകയാണ് ഡോക്ടർമാരെന്നും ഗോഡൌൺ സന്ദർശിച്ച MLA-മാരായ VS സുനിൽകുമാറും KV അബ്ദുൽ ഖാദറും പറഞ്ഞു. കണ്ണിലെഴുതുന്നതും മൂക്കിലൊഴിക്കുന്ന ഡ്രോപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ കോടിക്കണക്കിന് രൂപ കൊടുത്ത് വാങ്ങിവെച്ചിട്ട് ആ മരുന്നുകളൊന്നും എഴുതാതെ അത് വാങ്ങാതെ ഡോക്ടർമാർ പുറത്തേക്ക് മരുന്ന് എഴുതി കൊടുത്തുകൊണ്ടിരിക്കുന്ന കാര്യം മരുന്ന് കമ്പനികളും ഡോക്ടർമാരും തമ്മിലുള്ള അവിഹിതമായ ബന്ധത്തിന്റെ ഭാഗമായിട്ടാണ്. തൃശൂർ മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് ഇതിൽ ഉത്തരവാദിയായിട്ടുള്ള ആളാണ്. ഇതിനെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്നും MLA-മാർ ആവശ്യപ്പെട്ടു. മിഥില, ഇന്ത്യ വിഷൻ, തൃശൂർ.